കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പറയുന്ന വിഷയം ഒരു ദശാവതാര കീർത്തനമാണ്. പണ്ടുകാലത്ത് മുത്തശ്ശിമാരൊക്കെ തങ്ങളുടെ പേരക്കുട്ടികൾക്ക് പലതരത്തിലുള്ള കഥകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, പലതരത്തിലുള്ള കീർത്തനങ്ങൾ ചൊല്ലി കേൾപ്പിക്കാറുണ്ട്. കൂടുതലും ദൈവികമായ കഥകളും കീർത്തനങ്ങളും ആയിരിക്കും. ഭഗവാന്റെയോ ഭഗവതിയുടെയോ ഓരോ വിധത്തിലുള്ള കഥകൾ, അല്ലെങ്കിൽ അതുപോലുള്ള എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന, കുട്ടികൾക്ക് പോലും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കീർത്തനങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അതുകൂടാതെ കണ്ട് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതോടൊപ്പം അതിൻ്റെ അർത്ഥവും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും മുത്തശ്ശിമാർ. പണ്ടത്തെ മുത്തശ്ശിമാരുടെ പ്രധാന ജോലി എന്ന് വെച്ചാൽ കുട്ടികൾ പലതരത്തിലുള്ള സംശയങ്ങളും ചോദിക്കും. അതിനൊക്കെ ഈ പറഞ്ഞതുപോലെ നല്ല നല്ല കഥകൾ പറഞ്ഞു കൊടുക്കും, ദൈവികമായതോ അല്ലാത്തതോ ആയ കഥകൾ. പക്ഷേ ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ അതിലൊക്കെ മനസ്സിലാക്കാനുള്ള പല തത്വങ്ങളും ഉണ്ടാകും. അതിനെ സ്വാംശീകരിക്കുമ്പോൾ ജീവിതത്തിൽ പകർത്തേണ്ട പലതരത്തിലുള്ള അറിവുകളും ഈ മുത്തശ്ശിമാർ പറഞ്ഞു കൊടുക്കും. അതിനുള്ള അറിവ് പണ്ടത്തെ മുത്തശ്ശിമാർക്കുണ്ടായിരുന്നു. ഇന്നത്തെ മുത്തശ്ശിമാരൊക്കെ കൂടുതൽ സമയവും ടെലിവിഷൻ അല്ലെങ്കിൽ മൊബൈൽ ഇതിലൊക്കെ നോക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ കുട്ടികളും കൂടുതൽ സമയവും മൊബൈൽ തുടങ്ങിയിട്ടുള്ള മാധ്യമങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ സദ്ധർമ്മങ്ങളെ പ്രതിപാദിക്കുന്ന കഥകൾ ഇവർ കേൾക്കുകയോ അത് ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കുകയോ ചെയ്യുന്നില്ല. അതിന് പ്രധാന കാരണം പണ്ടത്തെ പോലെ ധർമ്മവിചാരമുള്ള മുത്തശ്ശിമാരെന്നില്ല. മുത്തശ്ശിമാർക്കൊന്നും ഈ പറഞ്ഞ കഥകൾ അറിയുകയില്ല. പലതരത്തിലുള്ള മനസ്സിൽ പലതരത്തിലുള്ള കളങ്കങ്ങളും ഉണ്ടാക്കുന്ന സീരിയലുകളും അതുപോലുള്ള വിഷയങ്ങളും കാണുവാനാണ് ഇന്നത്തെ മുത്തശ്ശിമാരായാലും കുട്ടികളായാലും ശ്രമിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള തലമുറ നല്ല രീതിയിൽ പോകണമെങ്കിൽ നമ്മൾ ഓരോ ആൾക്കാരും അതിൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും വീട്ടിൽ മുതിർന്ന ആൾക്കാരൊക്കെ. കാരണം അവർക്കാണ് കുറച്ച് സമയം കുട്ടികളോടൊപ്പം ചെലവഴിക്കാൻ കിട്ടുക. അതുകൊണ്ട് ഈ പറഞ്ഞ പല അധർമ്മ രീതിയിലേക്ക് കൊണ്ടുപോകുന്ന കഥകളിലേക്ക് നമ്മൾ ശ്രദ്ധ ചെലുത്താതെ കണ്ട് സദ്ധർമ്മങ്ങൾ പ്രതിപാദിക്കുന്ന നമ്മുടെ പുരാണങ്ങളും അതുപോലുള്ള കഥകളും കേൾക്കുകയും അതിൽ നിന്നും നല്ല കാര്യങ്ങൾ, പണ്ടത്തെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ചെറിയ ചെറിയ കഥകളായിരിക്കും. ആ കഥകളൊക്കെ കുട്ടികൾക്ക് മനസ്സ് പൂർണ്ണമായിട്ടും ആ കഥകളിലേക്ക് നിൽക്കും. അതോടൊപ്പം തന്നെ അതിലൊക്കെ ചുരുങ്ങിയത് ഓരോ ധർമ്മബോധം പ്രതിപാദിക്കുന്ന വിഷയങ്ങളും കൂടി ഉണ്ടാവും. ആ കാര്യങ്ങൾ കൂടി പറഞ്ഞു കൊടുത്ത് അവരുടെ മനസ്സിൽ അത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാക്കും. അങ്ങനെയുള്ള കഥകൾ നമ്മളും കേട്ട് നമ്മുടെ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അപ്പോൾ അതിൻ്റെ തുടക്കം എന്ന രീതിയിൽ ഒരു ദശാവതാര കീർത്തനം, പണ്ട് മുത്തശ്ശിമാർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത ദശാവതാര കീർത്തനമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കുട്ടികൾ ചോദിക്കും, പല സംശയങ്ങളും ചോദിക്കും. അപ്പോൾ നമ്മളത് മനസ്സിലാക്കുക. ഇതിൽ ഭഗവാന്റെ 10 അവതാരങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഓരോ ശ്ലോകത്തിലും ഭഗവാന്റെ ഓരോ അവതാരങ്ങളെ പറയുന്നു. അപ്പോൾ ആ അവതാരത്തിൻ്റെ പേര് കേൾക്കും. ഈ അവതാരം എന്തിനെടുത്തു, എന്താണ് ആ അവതാരം കൊണ്ടുള്ള ലക്ഷ്യം, ഇതൊക്കെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. ഈ പറഞ്ഞതായ മുത്തശ്ശിമാരും എല്ലാവരും ആ കഥകൾ കൂടുതൽ അറിയാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മളൊക്കെ ഇത്തരത്തിൽ നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും നല്ല ബോധത്തിലേക്ക് എത്താനും സുഭാഷിതങ്ങളായി കേൾക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ഉൾക്കൊണ്ട് അത് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും ഒരു വഴിത്തിരിവാവട്ടെ. അപ്പോൾ ഈ കീർത്തനം എല്ലാവരും കേൾക്കുക. എന്നിട്ടത് ഹൃദയസ്ഥമാക്കാൻ പറ്റുമെങ്കിൽ ഹൃദയസ്ഥമാക്കുക, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ നമ്മൾ നമ്മുടെ കുട്ടികളിലൊക്കെ ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ഇനിയെങ്കിലും പറഞ്ഞു കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് ആ ദശാവതാര കീർത്തനത്തിലേക്ക് ശ്രദ്ധിക്കാം. നമസ്കാരം.
സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. അംബുജായതലോചന കോമള കംബുധാരണ കാരുണ്യവാരിധേ. കന്മഷാപഹ നിൻ പാദപങ്കജം ചെമ്മെ കാണുമാറാകണം ഗോവിന്ദ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ആഴി തന്നിൽ മുഴുകിയ വേദത്തെ മീളുവാനൊരു മീനായി ചെന്നുടൻ ഏഴു സാഗരം ചൂഴെ നിന്നിടുന്ന വേഷമമ്പൊടു കാണണം ഗോവിന്ദ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഇച്ഛയോടെ സുരാസുര സഞ്ജയം സ്വച്ഛവാരിധി തോയം കടയുമ്പോൾ കച്ഛപാകൃതി കൈക്കൊണ്ടുമേവിടും വിശ്വവ്യാപിയെ കാണുമാറാകണം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഈശലെന്നിയെ സൂകരവേഷമായി ദ്വേഷിച്ചിടും ഹിരണ്യാക്ഷനെ കൊന്നു ധാത്രീചക്രത്തെ വീണ്ടുകൊണ്ടന്നൊരു ഗാത്രമമ്പൊടു കാണണം ഗോവിന്ദ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഉഗ്രനായ ഹിരണ്യകാശിപുവേ നിഗ്രഹിച്ച നരസിംഹമൂർത്തിയെ അഗ്രേ പ്രഹ്ലാദ സേവിതനായിട്ടു വ്യഗ്രം കൂടാതെ കാണണം ഗോവിന്ദ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഊഢമോദം മഹാബലി തന്നോടു ഗൂഢമായി ചെന്നു മൂവടി ഭൂമിയെ യാചിച്ചിടുന്ന വാമനമൂർത്തിയെ സേവിച്ചിടുമാറാകണം ഗോവിന്ദ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. എണ്ണിക്കൊണ്ടിരുപത്തൊന്നു പ്രാവശ്യം
എണ്ണമില്ലാത്ത ക്ഷത്രിയാവംശത്തെ ദണ്ഡിപ്പിച്ച പരശുരാമാകൃതി കണ്ണിൽ കാണുമാറാകണം ഗോവിന്ദ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഏണനീർമിഴി ജാനകി ചോരനെ ബാണമെയ്തു വധിച്ച ശ്രീരാമനെ കാണിനേരം പിരിയാതെ എൻ മുമ്പിൽ കാണുമാറരുളിയിടണം ഗോവിന്ദ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. അയ്യോ ഹസ്തിനമായാപുരി പുക്കോ കയ്യിൽ മേവും കലപ്പയാൽ കോരിട്ടു പയ്യവേ എറിവാൻ തുനിയും ബലഭദ്രരാമനെ കാണണം ഗോവിന്ദ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഒട്ടൊഴിയാതെ ഭൂഭാരം തീർപ്പാനായി ദുഷ്ടഭൂപരെ കൊന്നു മുടിച്ചതും പെട്ടെന്നമ്പൊടു കാട്ടിയതൊക്കെയും കൃഷ്ണരൂപമേ കാണണം ഗോവിന്ദ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഓർക്കിലെത്രയും പേടിയാമിന്നിമേൽ കൽക്കിയായിട്ടവതരിക്കുന്നതും ഖഡ്ഗവുമേന്തി മ്ലേച്ഛരെയൊക്കെയും വെക്കം കൊൽവതും കാണണം ഗോവിന്ദ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഔവിധമായ പത്തവതാരവും ചൊവ്വോടെ ചൊൽവാനാർക്കു കഴിയുന്നു. ദൈവമേ തവ കാരുണ്യം കൊണ്ടുമേ കൈവരേണമേ കൈവല്യം ഗോവിന്ദ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. അന്തമില്ലാതെ ഞാൻ ചെയ്ത പാപത്തെ നിൻ തിരുവടി നീക്കിക്കളഞ്ഞുടൻ അന്ത്യകാലത്തു മുക്തിയെ നൽകുവാൻ ബന്ധു നീയല്ലാതില്ലാരും ഗോവിന്ദ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ രൂപ സനാതന ഉച്ചരിക്കായി വരേണം നിന്നാമങ്ങൾ. വിശ്വനായക വിഷ്ണോ നമോസ്തുതേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ രൂപ സനാതന ഉച്ചരിക്കായി വരേണം നിന്നാമങ്ങൾ. വിശ്വനായക വിഷ്ണു നമോസ്തുതേ.
കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. സച്ചിദാനന്ദ നാരായണ ഹരേ. സച്ചിദാനന്ദ നാരായണ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.